ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ യേശുനാഥ, കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ യേശുനാഥ. ഹൃദയത്തെ തൊട്ട് പറയാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ വേറൊന്നിനാലും ഞാൻ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവൻ അത്ഭുതങ്ങളുടെ അടയാളമായി, ഹല്ലേലൂയ, അത്ഭുതങ്ങളുടെ ആരംഭമായി. ആമേൻ. കാനാവിലെ കല്യാണത്തിന്, ഹല്ലേലൂയ, അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത് നിങ്ങൾക്കൊരു അത്ഭുതമായി തോന്നുന്നില്ലേ? ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഈ പട്ടണം കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. കാനാവിലെ കല്യാണം, ആമേൻ, കർത്താവിൻ്റെ, ഹല്ലേലൂയ, ആദ്യത്തെ ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിൽ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവൻ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചില പുതിയത്, ഹല്ലേലൂയ, ചില പുതിയത് കർത്താവ് നിന്റെ ജീവിതത്തിൽ നിറയ്ക്കാൻ പോവുക.
ആമേൻ. ഏറ്റെടുക്കുന്നവർ മാത്രം കരങ്ങളെ ഒന്ന് അടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ശുശ്രൂഷയിൽ ഇറങ്ങി ചെയ്ത ആ ഒരു അത്ഭുതം, ആമേൻ, അന്ന് മുതൽ ഇന്ന് വരെ അത് ആരും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പച്ചവെള്ളത്തെ ഇന്ന് വരെ വീഞ്ഞാക്കിയ ചരിത്രം? ആമേൻ. ഹല്ലേലൂയ. നിങ്ങളത് സ്തുതിച്ചേ. ആമേൻ. നിങ്ങൾക്ക് സ്തുതിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാണോ സ്തുതിക്കാത്തത്? ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. റഷഠല റഖബലദറബ ശന്തരബലദ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ, നമ്മൾ മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ, കർത്താവ് നമുക്ക് തരുന്ന ആ വചനം, ആ വെളിപ്പാടുകൾ ഞങ്ങൾക്കുള്ളതല്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അത് നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറല്ലെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ചില പൊട്ടത്തരമായിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. എന്നാൽ ഭോഷത്വത്തെ പോലും അനുഗ്രഹമാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ മധ്യമുള്ളത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം, ആത്മാവിൽ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർ റെഡിയാ? ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. കർത്താവ് എൻ്റെ അടുത്ത് പറയുക, നിങ്ങളെ ഒന്ന് ആരാധിപ്പിക്കാൻ. തളർന്നിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നവനെ പോലെ അല്ല, അവൻ കിടക്കയെടുത്ത് നടന്ന് തുള്ളിച്ചാടിയവനെ പോലെ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞതുപോലെ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം എത്ര പേർ റെഡിയാ അവനെ ഇന്നൊന്ന് ആരാധിക്കാൻ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. റഷഠിലെ റിഖബലാന്ധേരെ ബറബറബ റംശാന്ധേരെ ഖലബറബറബ ശാന്ധേരെ ലെദേരബ റിഷാധി റിഖബലബറബബ റംശാന്ധേ റിഖമല ഷേഠേലെ റിബറബറബ. നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 1 മുതൽ ആമേൻ. ഹല്ലേലൂയ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 3-ാം നാൾ ഗലീലയുടെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവർ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വായിക്കാമോ ബ്രദർ? 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. 3-ാം നാൾ ഗലീലയുടെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ വായിച്ചേ.
വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട് ഹല്ലേലൂയ. വീഞ്ഞ് ഇല്ല എന്ന് യേശുവിന്റെ അമ്മ ആരോടാ പറഞ്ഞേ? ഹല്ലേലൂയ. ആരോടാ പറഞ്ഞേ? യേശുവിനോട് പറഞ്ഞു. ആമേൻ. വായിച്ചേ. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഹല്ലേലൂയ. യേശു തിരിച്ചു മറുപടി പറയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ആമേൻ. വായിച്ച ബ്രദർ. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. വായിച്ചേ. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ അമ്മ മറിയം യേശുവിനോട് പറയുകയാണ്, ഇവിടെ വീഞ്ഞില്ല. ആമേൻ. ഒരു കല്യാണ വീട്ടിൽ, കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മയെ ക്ഷണിച്ചു, യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഒരു കല്യാണ വീടാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷണിക്കപ്പെടാതെ കർത്താവ് വരത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ക്ഷണിക്കപ്പെടാതെ കർത്താവ് വരത്തില്ല. ആമേൻ. ചിലത് തീർന്നു പോയി എന്ന് പറയുന്ന സാഹചര്യത്തിൽ, ആമേൻ, ശ്രദ്ധിക്കണേ, ചിലത് തീർന്നു പോയി എന്ന് പറയുന്ന സാഹചര്യത്തിൽ, ഹല്ലേലൂയ, തീർന്നു എന്ന് കരുതിയ സാഹചര്യത്തിൽ യേശുവിൻ്റെ അമ്മ, ആമേൻ, ഹല്ലേലൂയ, യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുകയാണ്, ഹല്ലേലൂയ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ശുദ്ധീകരണ പ്രകാരം വീഞ്ഞിന് നല്ല പ്രാധാന്യമുള്ള ഒരു കല്യാണമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വീഞ്ഞാണ് തീർന്നു പോയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇത് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുക. നിങ്ങൾക്കിത് അറിയാം. ആമേൻ. യേശുവിനോട് പറയുക, വീഞ്ഞ് തീർന്നു പോയി. ഹല്ലേലൂയ. യേശു അമ്മയോട് പറഞ്ഞത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. വീഞ്ഞ് ആർക്കാ ആവശ്യം? ഹല്ലേലൂയ. വീഞ്ഞ് ആർക്കാ ആവശ്യം? ആമേൻ. മറിയയ്ക്കാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയയ്ക്കാണോ വീഞ്ഞിന്റെ ആവശ്യം? അല്ല. ആർക്കാ വീഞ്ഞിന്റെ ആവശ്യം? കല്യാണ വീട്ടുകാർക്ക്. എന്നാൽ കല്യാണ വീട്ടുകാർക്കാണോ വീഞ്ഞിന്റെ ആവശ്യം? ആണോ ബ്രദറെ? ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കാണ് വീഞ്ഞിന്റെ ആവശ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷണിക്കപ്പെട്ടവർ ആരാ? ക്ഷണിക്കപ്പെട്ടവരാരാ? ഹല്ലേലൂയ. ഇതൊരു കല്യാണ വീടാണ്. യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. അപ്പൊ ക്ഷണിക്കപ്പെട്ടവരാരാ? ഹല്ലേലൂയ. വീഞ്ഞാർക്കാ ആവശ്യം? മറിയയ്ക്കാണോ ആവശ്യം? ഹല്ലേലൂയ. ക്ഷണിക്കപ്പെട്ടവർക്ക് ആ വീഞ്ഞിന്റെ ആവശ്യം. ആമേൻ. എത്ര പേർക്ക് ആ വീഞ്ഞിന്റെ ആവശ്യമുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു മറിയോട് ചോദിച്ചേ, എനിക്കും നിനക്കും, സ്ത്രീയെ, എന്ത്? നിനക്ക് വീഞ്ഞിന്റെ ആവശ്യമുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറൊരു ഭാഷയിൽ കൂടി ഞാൻ പറയാം. ആമേൻ. ചിലപ്പോൾ മറിയ അധികാരത്തോടെ ആയിരിക്കാം പറയാം. സ്വന്തം പുത്രനല്ലേ, സ്വന്തം മകനല്ലേ, അതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ കേൾക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മളൊക്കെ അങ്ങനെയാ. ഞാൻ പറഞ്ഞാൽ ചിലതൊക്കെ അങ്ങ് നടക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കും. അത് അബദ്ധമായ വിശ്വാസമാണ്, അല്ലേ? ഹല്ലേലൂയ. യേശു മറിയോട് ചോദിക്കുക, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? കാരണം സ്ത്രീയെ, നിനക്ക് വീഞ്ഞിന്റെ ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ. ആ വീട്ടുകാർക്ക് വീഞ്ഞിന്റെ ആവശ്യമില്ല. എന്നാൽ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട ചില അതിഥികളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട്ടിൽ ക്ഷണിക്കപ്പെട്ട ചില അതിഥികളുണ്ട്.
അവർക്കാണെന്ന് വീഞ്ഞിന്റെ ആവശ്യം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. മറിയ യേശുവിനോട് പറയുക. ഹല്ലേലൂയ. പിന്നെ മറിയ യേശുവിനോട് സംസാരിച്ചില്ല. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവന്ന അധികാരത്തിൽ പറഞ്ഞു നോക്കിയതാ യേശുവിൻ്റെ അടുത്ത്. ഞാൻ യേശുവിൻ്റെ അടുത്ത ആളല്ലേ? ആമേൻ. ചിലതൊക്കെ അങ്ങനെ, ഞാൻ യേശുവിൻ്റെ അടുത്ത ആളല്ലേ, യേശുവിൻ്റെ അടുത്ത് പറഞ്ഞ യേശു പെട്ടെന്ന് ചെയ്തു തരും ഇല്ലേ? ചില ചിന്തകൾ അങ്ങനെയാ. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, ഞാൻ ഉപവസിക്കുന്നവനാ, ഞാൻ ആരാധിക്കുന്നവനാ, ഞാൻ യേശുവുമായി അടുത്ത ബന്ധമുള്ളവനാ. ആമേൻ. ഹല്ലേലൂയ. അവിടെ യേശു ചോദിച്ചൊരു ചോദ്യം, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? അവിടെ സാഹചര്യം മനസ്സിലാക്കി. താൻ ഏതവസ്ഥയാലും നിൽക്കുന്നതെന്ന് മറിയ മനസ്സിലാക്കിയിട്ട മറിയ യേശുവിനോടൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ ശിഷ്യന്മാരോട് അവിടെ ശുശ്രൂഷകരോട് ചെന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ഹല്ലേലൂയ, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. ഇന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന്, ഇവിടെ വന്നവർക്ക് വീഞ്ഞ് കൊടുക്കാനില്ല എന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. പലരും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം, പലരും നിന്റെ സാഹചര്യം നോക്കി കരഞ്ഞേക്കാം. എന്നാൽ അവരെ കൊണ്ട് കഴിയാത്തതിന്ന് പകൽക്കാലം യേശുവിന് കഴിയും. നിന്നെ പലരും പറഞ്ഞു പറ്റിച്ചേക്കാം. ആമേൻ. ഞാൻ ഇപ്പൊ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ ഞാൻ വിളിച്ചു പറയുന്നു, അവരെ കൊണ്ട് കഴിയാത്തത് ഇന്ന് പകൽക്കാലം യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം, എൻ്റെ ചിന്തയിൽ വന്നത്. ഈ വീഞ്ഞ് തീർന്ന സമയത്ത്, ഹല്ലേലൂയ, ഈ വീട്ടിലെ ആ ഉടയവനോ ആ കല്യാണം നടത്തിയ ആളോ അല്ലെങ്കിൽ ആ വീട്ടിലെ കാര്യസ്ഥനോ ഓടിച്ചെന്ന് മറിയോടായിരിക്കും ഈ കാര്യം പറഞ്ഞിരിക്കുക, അല്ലേ? ഹല്ലേലൂയ. ചിന്തിക്കണം, ആരോടാ കാര്യം പറഞ്ഞേ? ആ സാഹചര്യം, ആ തീർന്നു പോയ അവസ്ഥ ആരോടാ പറഞ്ഞേ? മറിയോടാ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അവിടെ ആരുണ്ട്? യേശുവുണ്ട്. യേശുവിനെ മറന്നിട്ടാ മറിയോട് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. സൃഷ്ടാവിനെ മറന്നിട്ടാ, ഹല്ലേലൂയ, സൃഷ്ടാവിനെ മറന്നിട്ടാ, നിന്റെ പിതാവിനെ മറന്നിട്ടാ നീ പല കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. ആമേൻ. മറ്റുള്ളവർക്ക് നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ, നല്ലതാ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത് നമ്മളെ കടമയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ വിടുതൽ സംഭവിക്കാറില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചാൽ പോലും ചിലരുടെ വിഷയങ്ങളുടെ മേൽ വിടുതൽ കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാവോ? മുട്ടുമടക്കേണ്ടവൻ ഞാനോ നിങ്ങളോ അല്ല, ആവശ്യക്കാരൻ അവന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടത്.
ഹല്ലേലൂയ. ആവശ്യം നിനക്കല്ല, ആവശ്യക്കാരൻ അതിന്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടത്. അവിടെ ആ ദൈവം ചോദിക്കുന്ന, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശു അമ്മയെ വെറുത്തത് കൊണ്ടാണോ അങ്ങനെ സംസാരിച്ചേ? ആണോ? യേശു മറിയോട് വഴക്കിട്ടോടാണോ അങ്ങനെ സംസാരിച്ചേ? അല്ല. ഹല്ലേലൂയ. ദൈവപുത്രൻ ഉദരത്തിൽ വരും മുമ്പേ യേശുവിനെ നോക്കി ദൂതൻ പറഞ്ഞതാ, അനുഗ്രഹിക്കപ്പെട്ടവളെ നിനക്ക് വന്ദനം, വന്ദനം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് യേശു വഴക്കിട്ടാണോ മറിയോട് പറഞ്ഞേ? അല്ല. യേശുവിന് അറിയാം മറിയക്കല്ല ഇവിടെ വീഞ്ഞിന്റെ ആവശ്യം, മറിയല്ല ഇന്ന് മുട്ടുകുത്തേണ്ടത്. ഹല്ലേലൂയ. ആവശ്യക്കാരൻ നിന്റെ മുൻപിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ചില പ്രാർത്ഥനാ വീരന്മാർക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളെ മാറ്റുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ആ പാസ്റ്ററോ ദൈവദാസനോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മറിയ പറഞ്ഞ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ച. മനസ്സിലായോ? അടുത്ത സാഹചര്യം അവിടെ യേശുവിൻ്റെ അടുത്ത ഓപ്ഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ പറഞ്ഞിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല, സാഹചര്യങ്ങൾ മാറിയില്ല. അപ്പോൾ മറിയ പറഞ്ഞു, ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, 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 ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്നവരെയോ ഉപവസിക്കുന്നവരെയോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയോ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ കിട്ടുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ദിനവും പ്രാർത്ഥനയാ. ഹല്ലേലൂയ. അത് ആരോടാ പ്രാർത്ഥിക്കുന്നേ? യേശുവിനോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മളത് തിരിച്ചറിയണം. നമ്മൾ തന്നെയാണോ ഇന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്? അതാ ഇടനിലക്കാരായി നിന്നുള്ള ദൈവദാസന്മാരാണോ എന്ന്? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനും നിനക്കും മധ്യേ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനും നിനക്കും തമ്മിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് അവൻ നിന്നോട് എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുവാൻ ഇന്ന് നീ തയ്യാറാണെങ്കിൽ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. സാഹചര്യത്തെ മനസ്സിലാക്കിയോ? ആമേൻ, ഹല്ലേലൂയ. ആശ്രയിക്കേണ്ടത് ആരെ എന്ന് തിരിച്ചറിഞ്ഞവർ അവന്റെ വാക്ക് ശ്രവിച്ചു, അവന്റെ വാക്ക് കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവരോട് കൽപ്പിച്ചു. ആമേൻ. അവൻ അവരോട് കൽപ്പിച്ചു, ഈ ഒഴിഞ്ഞിരിക്കുന്ന കൽപാത്രങ്ങളിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്താ നിറയ്ക്കാൻ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ. വെള്ളമാ നിറയ്ക്കാൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ്. വെള്ളമാ നിറയ്ക്കാൻ പറഞ്ഞേ. മറിയ ആവശ്യപ്പെട്ടത് എന്താ? വീഞ്ഞ ആവശ്യപ്പെട്ടെ. യേശു നിറയ്ക്കാൻ പറഞ്ഞത് എന്താ? വെള്ളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒഴിഞ്ഞ അവസ്ഥകളിൽ അവൻ വെള്ളം കോരി നിറയ്ക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവിടെ ആവശ്യത്തെ അല്ല അവൻ നിറവേറ്റിയത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എന്താണോ നിനക്ക് ആവശ്യം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം.
അവിടെ ആവശ്യം എന്താ? വീഞ്ഞ്. കൽഭരണിയിൽ നിറച്ചതെന്താ? വെള്ളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വെള്ളം അവിടത്തെ എന്തായി തീർന്നു? വീഞ്ഞായി തീർന്നു. ഹല്ലേലൂയ. ആ വീഞ്ഞ് ആർക്കാവശ്യമുള്ളതാ? പറഞ്ഞേ. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ എന്താ പറഞ്ഞേ? വീഞ്ഞു തീർന്നു പോയി എന്ന്. യേശു എന്താ നിറച്ചേ? വെള്ളമാ നിറച്ചേ. നീ എന്താ കുടിച്ചേ? പറ, നീ എന്താ കുടിച്ചേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ആഗ്രഹിച്ചതാണോ അവൻ നിന്റെ ജീവിതത്തിൽ നിറച്ചത്? ഹല്ലേലൂയ. നീ പറഞ്ഞതാണോ അവൻ നിന്റെ ജീവിതത്തിൽ നൽകിയത്? എന്നാൽ ഇന്ന് പകൽക്കാലം അവൻ നിറയ്ക്കുന്നത് സമൃദ്ധിയായി. നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതായിരിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചിലപ്പോ വെള്ളം, ആമേൻ, നിനക്ക് ആവശ്യം വീഞ്ഞ. കർത്താവ് നിറയ്ക്കാൻ പറഞ്ഞത് വെള്ളമാ. ആമേൻ, ഹല്ലേലൂയ. അവിടെ നമ്മൾ ചിന്തിച്ചേക്കാം, എനിക്ക് ആവശ്യം വീഞ്ഞായിരുന്നല്ലോ, എന്നാൽ ഇപ്പോൾ ഈ കൽപാത്രങ്ങളിൽ വെള്ളമല്ലേ ഇരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൽപാത്രത്തിൽ ഇരിക്കുന്നത് വെള്ളമല്ലേ. എനിക്ക് ആവശ്യം എന്താ? വീഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്നതിനും നിലയ്ക്കുന്നതിലും ആത്യന്തരപരമായി, നീ ആഗ്രഹിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ആത്യന്തരപരമായി ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഓ റീമാല ശാന്തരേ ബാബാ. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് വിളിച്ചു പറയാം. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വരുന്നത് പച്ചവെള്ളമായിരിക്കാം. ആമേൻ. നീ പ്രതീക്ഷിക്കാത്തതായിരിക്കാം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആമേൻ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുന്നത് വേറെ തലമായിരിക്കാം. എന്നാൽ നിന്റെ ആവശ്യം വീഞ്ഞാണെങ്കിൽ അത് കർത്താവ് നൽകിയിരിക്കും. അത് കർത്താവ് നൽകിയിരിക്കും. നീ കാണുന്നതല്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. നീ കാണുന്നതല്ല നീ പ്രാപിക്കാൻ പോകുന്നത്. ഓ ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആമേൻ. ഈ പച്ചവെള്ളത്തെ ഇതിന്റെ അകത്ത് നിറയ്ക്കുമ്പോ, ഈ മൺകുടത്തിന്റെ മേൽ നിറയ്ക്കുമ്പോ, ആമേൻ, ഹല്ലേലൂയ, അതിലൊരു വലിയ അത്ഭുതം കിടപ്പുണ്ട്. ആമേൻ. അതിലൊരു വലിയ ദൂത് കിടപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കോരിയവരറിഞ്ഞില്ല, നിറച്ചവരറിഞ്ഞില്ല. ഹല്ലേലൂയ. നീ വിളമ്പുമ്പോഴേ അത് അറിയത്തുള്ളൂ, അത് നിന്റെ ബ്ലെസ്സിംഗ് ആണ്. ഓ ഹല്ലേലൂയ. അത് കോരുമ്പോഴേ നീ അറിയത്തുള്ളൂ, അത് നിന്റെ അനുഗ്രഹമായിരുന്നു എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഇരുന്ന് കരഞ്ഞില്ലേ? നീ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ? ഹല്ലേലൂയ. അത് നീ കോരിയതാ മാത്രമേ നീ അറിഞ്ഞുള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം നീ വിളമ്പുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവ് അങ്ങനെ, കർത്താവ് അങ്ങനെ. ഹല്ലേലൂയ. നീ ചെയ്യുന്നത്, നീ ആഗ്രഹിക്കുന്നത് നീ പോലും അറിയാതെ ചേഞ്ച് ആക്കുന്ന ഒരു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഓ എന്തൊരു അത്ഭുതം അല്ലേ, എന്തൊരു അത്ഭുതം അല്ലേ. ഓ റീമാല ഷഠാല റബബബ. കോരിയവര് പോലും അറിഞ്ഞില്ലെന്നേ അത് വീഞ്ഞായത്. ആമേൻ. കോരി നിറച്ചവർ അറിഞ്ഞില്ല അത് വീഞ്ഞായത്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിമിഷ നേരം കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ. ആമേൻ. ഓ യെസ്. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ ആമേൻ. നിമിഷ നേരം കൊണ്ട് ചില ട്രാൻസ്ഫോർമേഷൻ ആമേൻ. നടക്കാൻ പോകുന്നു. നീ പോലും അറിയാതെ ചില ട്രാൻസ്ഫോർമേഷൻ, നീ പോലും അറിയാതെ ചില മാറ്റം. ഓ ഏറ്റെടുക്കുന്നവർ മാത്രം, ഏറ്റെടുക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, ഇന്ന് സ്തുതിച്ചേ, സ്തുതിച്ചേ.
ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ നീ പോലും അറിയാതെ ഒരു മാറ്റം. Amen. Amen. Hallelujah. Hallelujah. Amen. 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 Oh, Holy Spirit. Amen. Holy Spirit. ഇന്ന് ചില ജീവിതങ്ങളുടെ മേൽ കർത്താവ് അതേപോലെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവാ. Yes. Amen. Amen. Hallelujah. Hallelujah. ഈ കോരിയവർ ചിലപ്പോൾ ചിന്തിച്ചു കാണും. Amen. Hallelujah. കോരിയവർ ചിന്തിച്ചു കാണും, ഇതെങ്ങനെ വീഞ്ഞാകും അല്ലേ? Hallelujah. കാരണം യേശു അത്ഭുതം ചെയ്ത അവർ കണ്ടിട്ടില്ല. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ്. ആമേൻ. യേശു ഇതുപോലൊരു അത്ഭുതം ചെയ്യുന്ന വ്യക്തിയാണെന്ന് ആ കല്യാണത്തിനുണ്ടായിരുന്ന ആർക്കും അറിയത്തില്ല. Yes. അറിയാവോ? Yes. ആമേൻ. ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് പോലും അറിയത്തില്ല ആമേൻ യേശു ഒരു അത്ഭുതം ചെയ്യുന്ന വ്യക്തിയാണെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അവർ വിശ്വാസത്തോടെ അവൻ പറഞ്ഞത് കേട്ടു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവും. ആശിച്ചതെന്താ? ആശിച്ചതെന്താ? ഓ, പറയുന്നേ നിങ്ങള്. Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആഗ്രഹിച്ചതെന്താ? വീഞ്ഞ്. ഒന്നുകൂടെ പറഞ്ഞേ. ആശിക്കുന്നത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. കാണാത്ത കാര്യത്തിന്റെ ഉറക്കെ പറ. നിശ്ചയമോ? നിശ്ചയം. ആശിക്കുന്നത് നിശ്ചയവുമാകുന്നു. ആമേൻ. കോരിയവർ ആഗ്രഹിച്ചതെന്താ? പറ. വീഞ്ഞ്. ഞാൻ ഇന്ന് വീഞ്ഞിനെ വിട്ട് പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. കോരിയവർ ആഗ്രഹിച്ചതെന്താ? വീഞ്ഞ്. ആമേൻ. അവര് വെള്ളം കോരുമ്പോൾ ആശിച്ചതെന്താ? വീഞ്ഞ്. അവർ കോരിയതെന്താ? വെള്ളം. ഹല്ലേലൂയ. നിങ്ങൾ നേരത്തെ പറഞ്ഞ വചനം ഒന്നുകൂടെ പറഞ്ഞേ. വിശ്വാസം എന്നതോ? അപ്പൊ അവരെന്താ കോരിയത്? അവരെന്തുവാ കോരിയെ? വെള്ളം. നിറച്ചതെന്താ? വെള്ളം. പക്ഷെ അവർ കോരുമ്പോ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശിക്കുന്നതിന്റെ ഉറപ്പ്. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. വെള്ളം കോരിയിട്ട് അത് വീഞ്ഞായി ആർക്ക് കാണണം? ഇത് വെള്ളമാ. മറിയ എന്താ പറഞ്ഞേ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുക. മറിയ യേശുവിനോട് എന്താ പറഞ്ഞേ? വീഞ്ഞു തീർന്നു പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ആശിക്കുന്നത് എന്തിനു വേണ്ടിയാ? വീഞ്ഞിന് വേണ്ടിയാ. വീഞ്ഞാണോ ഈ കോരി നിറയ്ക്കുന്നത്? അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നീ കോരി നിറയ്ക്കുന്നത്. വിശ്വാസത്തോടെ ഇന്ന് നീ പകൽക്കാലം കോരി നിറയ്ക്കുന്നത്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. Amen. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും നീ കാണാത്ത വീഞ്ഞിന്റെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ അനുഗ്രഹങ്ങളെ നീ വിശ്വാസത്തോടെ, ആമേൻ, നിന്റെ അനുഗ്രഹങ്ങളെ നീ വിശ്വാസത്തോടെ കോരിയെടുക്കണം. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ഇന്ന് ചിലതൊക്കെ മാറുക. ഇന്ന് ചിലതൊക്കെ മാറുക.
വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് നീ എന്ത് പ്രാർത്ഥിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം. ഒന്ന്, അവൻ പറഞ്ഞ വാക്ക് അനുസരിച്ചു, കേട്ടു. ആമേൻ. രണ്ട്, ഹല്ലേലൂയ, വിശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആമേൻ. വിശ്വസിച്ചപ്പോഴാ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം വന്നത്. ആമേൻ. നീ വിശ്വസിക്കുമ്പോഴാ നിന്റെ ജീവിതത്തിൽ നീ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം വരുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിത സാഹചര്യങ്ങളെ നീ മുൻകൂട്ടി കാണേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. 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 ആമേൻ. 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 നമുക്കൊരു തലമുറ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്കൊരു തലമുറ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? നല്ല പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം നൽകണം, നല്ല ജോലി, അവനെ ഡോക്ടറാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇത് ആരുടെ ആഗ്രഹമാണ്? നമ്മുടെ ആഗ്രഹമാണ്, അല്ലേ? ഹല്ലേലൂയ. അതാരുടെ ആഗ്രഹമാണ്? നമ്മുടെ ആഗ്രഹമാണ്. ആമേൻ. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ ജനിച്ചപ്പോ ആമേൻ, എൻ്റെ പപ്പ എന്തായിരിക്കും ആഗ്രഹിച്ചേ? ഇതൊക്കെ തന്നെ ആയിരിക്കും, അല്ലേ? നല്ല വിദ്യാഭ്യാസം തന്നു. ആമേൻ. എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഇപ്പോഴും പറയും അവനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്നത്തെ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിത്തിരി പ്രയാസമുള്ള കാര്യമാണ്. സാമ്പത്തികം വേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തലം വെച്ചാ പറഞ്ഞു, നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചാ പറഞ്ഞു. എൻ്റെ പപ്പയ്ക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു പഠിപ്പിച്ചു. എന്തിനാ ഇംഗ്ലീഷ് പഠിപ്പിച്ചേ? നല്ല നിലയിലെത്താൻ. ഞാൻ എവിടെ എത്തിയേ? പോയോ? ചില ആഗ്രഹങ്ങൾ അത് വെറുതെ. ആഗ്രഹിക്കുന്ന നല്ലതാ, നമ്മുടെ ആഗ്രഹം നല്ലതാ. എൻ്റെ പപ്പ ആഗ്രഹിച്ചത് നല്ലതാ, ഞാൻ തലതിരിഞ്ഞു പോയതാ. പുള്ളി എന്നെ നല്ല ആഗ്രഹത്തോടെയാ പഠിപ്പിച്ച്, ഞാൻ തലതിരിഞ്ഞു പോയതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ആഗ്രഹങ്ങൾ നമ്മളെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റും. ആമേൻ. ചില ആഗ്രഹങ്ങൾ നമ്മളെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റും. അവൻ്റെ വാക്ക് കേൾക്കുവാൻ നമുക്ക് ചില സാഹചര്യങ്ങൾ കഴിയത്തില്ല. കാര്യം നമ്മളെല്ലാം തികഞ്ഞവരാണല്ലോ, അല്ലേ? 10 ദിവസം ഉപവസിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അല്ലേ? നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ വാക്ക് കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന പോലെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീഞ്ഞിലോട്ട് തിരിച്ചു വരേണ്ട സമയമായി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ആഗ്രഹങ്ങൾ നമ്മളെ ദൈവവുമായി അകറ്റും. ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ. ദൈവം അവനോട് പറഞ്ഞു നിനവേലേക്ക് പോവാൻ. പക്ഷെ പുള്ളി പോയത് എങ്ങോട്ടാ? തർശീശിലേക്ക്.
ആ പോകുന്ന പോക്കിൽ അവൻ്റെ ജീവിതത്തിൽ ചില പൊട്ടലും ചീറ്റലും അവസ്ഥകളും ഒക്കെ മാറുന്ന സാഹചര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൈവത്തെ ഒളിച്ച്, കാര്യം എന്താ, മിടുക്കനല്ലേ അവൻ, അല്ലേ? ദൈവവുമായിട്ട് സംസാരിക്കുന്നവനല്ലേ, അല്ലേ? ആ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെയാണ് ഇവൻ എവിടേക്ക് പോകുന്നത്? തർശീശിലേക്ക് പോകുന്നത്. ദൈവം പറഞ്ഞത് എവിടേക്ക് പോവാനാ? നിനവേലേക്ക് പോവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യവൻ പോയത് കൊണ്ട് നഷ്ടം എന്തെങ്കിലും അവനുണ്ടായോ? ആർക്കാ ഉണ്ടായേ? പറ, ആർക്കാ ഉണ്ടായേ? ഹല്ലേലൂയ. അവന്റെ കൂടെ നിന്നവർക്ക് ആ നഷ്ടം ഉണ്ടായേ. ആമേൻ. അവൻ സഞ്ചരിച്ച കപ്പലിലെ എല്ലാ അനുഗ്രഹങ്ങളും, എൻ്റെ ഭാഷയിൽ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധി എടുത്ത് കടലിലെറിയേണ്ടി വന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം യവനാണ് കർത്താവ് പറഞ്ഞിട്ട് കേൾക്കാത്തവനെന്ന് മനസ്സിലായപ്പോ യവനെ എടുത്തെറിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ചിലതിനെയൊക്കെ എടുത്തെറിയാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ വാക്ക് കേട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇപ്പോ സന്തോഷമായിരിക്കാം, ഇപ്പോ അടിത്തട്ടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഒരു നാളിൽ കർത്താവിന്റെ വിളിയിലേക്ക് നിന്നെ എടുത്ത് എറിയുന്നൊരു സമയം വരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇപ്പോൾ ആയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന്, നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിന്നെ എടുത്തെറിയുന്നൊരു സമയം വരും. ആമേൻ. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാണ്. ആമേൻ. ഹല്ലേലൂയ. നീ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ആ കപ്പലിലുള്ള പലതും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മളിന്ന് ശോധന ചെയ്യണം. നമ്മളുള്ളത് കൊണ്ട് മാത്രം കർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഇരിക്കുന്നത് മുഖാന്തരം എത്ര പേർക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യന് അവിടെ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇവൻ ആ കപ്പലിൽ കയറിയത്. ആമേൻ. നിന്റെ ഇഷ്ടങ്ങളെ അല്ല കർത്താവ് നോക്കുന്നത്. ആമേൻ. നിന്നെ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തെറിയും. നിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ നിന്നെ എടുത്തെറിയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്നു മുതൽ കർത്താവ് നിന്നോട് എന്ത് കൽപ്പിച്ചോ, ഏത് റൂട്ടിൽ നിന്നെ സഞ്ചരിക്കാൻ പറഞ്ഞോ, ആമേൻ, ആ റൂട്ടിൽ നീ ഇന്ന് സഞ്ചരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ചില പച്ചവെള്ളങ്ങൾ ഇന്ന് വീഞ്ഞാകും. ആമേൻ. ചില പച്ചവെള്ളങ്ങൾ ഇന്ന് വീഞ്ഞാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളെ ഓർത്ത് നീ ഇന്ന് അടിത്തട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ സാഹചര്യങ്ങളോട് ബൈ പറഞ്ഞ് പുറത്തു വഴിയാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയും കൂടെ ചേർത്ത് പറയാം, നീ ഒതുങ്ങിക്കൂടിയത് കൊണ്ട് മറ്റുള്ളവരുടെ അനുഗ്രഹത്തെ കൂടി നീ നശിപ്പിക്കരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തന്നെ നിന്നെ എടുത്ത് പുറത്ത് കളയും. ആമേൻ. ഹല്ലേലൂയ. നീ അനുഗ്രഹമാണെന്ന് പറഞ്ഞവർ തന്നെ നീ ഒരു ശാപമാണെന്ന് പറയാൻ ഇടവരുത്തരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വിളിച്ച വഴിയിൽ, ആമേൻ, ആ വേലയിൽ ആയിത്തീരുവാൻ നീ ഇന്ന് തയ്യാറാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, കർത്താവിന് നിന്റെ ഇഷ്ടങ്ങളെ അറിയേണ്ട കാര്യമില്ല. ആമേൻ, ഹല്ലേലൂയ. അവൻ എപ്പോഴും നിന്നെ വഴി നടത്തുന്നത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഗ്രഹത്തോടു കൂടിയാണ്. ആമേൻ, ഹല്ലേലൂയ. നിമിഷ നേരം കൊണ്ട് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിന്റെ മേലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുവാൻ കഴിവുള്ള അധികാരമുള്ള ഒരു കർത്താവാണ് ഇന്ന് നിന്നെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ വന്ന് നീ ഇരുന്ന്
കരയാൻ ഇടവരരുത്. ഹല്ലേലൂയ. കൂടെയുള്ളവർ എന്നെ തള്ളിക്കളഞ്ഞു, കൂടെയുള്ളവർ എന്നെ തള്ളി പറഞ്ഞുവെന്ന്. കാരണം അവർ പറയും, നിന്നെ വിളിച്ചവനെ വിട്ട് നീ അവരെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ തള്ളി പറയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ സാഹചര്യങ്ങളെ ഇന്ന് നീ നോക്കരുത്. ഹല്ലേലൂയ. ആ മനുഷ്യൻ അവിടെ പോകാത്തത് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ മനുഷ്യർ ശരിയല്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിലാണ്. അല്ലേ, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര പേർ അങ്ങനെയാണ്? അവർ ശരിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവർ ശരിയാണോ എവർ ശരിയാണോ എന്ന് കർത്താവിന് അറിയേണ്ട കാര്യമില്ല. ആമേൻ. നീ മുഖാന്തരം അവർ രക്ഷിക്കപ്പെടുവാനുള്ളവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലതിനൊക്കെ കർത്താവ് ഇന്ന് പുറത്തെറിയും. ആമേൻ. ഇന്ന് അടിത്തട്ടി കിടന്ന് ഉറങ്ങുന്നതിനൊക്കെ കർത്താവ് ഇന്നെടുത്ത് പുറത്തെറിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മടിയോടുകൂടി കിടന്നുറങ്ങാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഒരു പട്ടണത്തെ പണിയുവാനാണ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒളിച്ചിരിക്കേണ്ട സാഹചര്യങ്ങളോ അവസ്ഥകളോ അല്ല ഇപ്പോ. ആമേൻ. മിറക്കിളുകൾ നിന്റെ കയ്യിലൂടെ നടക്കുവാനുള്ള സമയമായത്. ഹല്ലേലൂയ. നീ കോരുവാൻ ഇന്ന് തയ്യാറാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് പച്ചവെള്ളത്തെ ദൈവം വീഞ്ഞാക്കി കാണിക്കും. ആമേൻ. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ ദൈവം വീഞ്ഞാക്കി കാണിക്കും. ഹല്ലേലൂയ. കോരുന്ന നീ പോലും അറിയത്തില്ല നീ കോരിയ വെള്ളം വീഞ്ഞായത്, നിന്റെ അനുഗ്രഹമായത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒളിച്ചോടാൻ എളുപ്പമാ, കർത്താവിൽ നിന്ന് ഒളിച്ചോടാൻ എളുപ്പമാ, മടങ്ങി വരാൻ പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യനെ എടുത്ത് കടലിലെറിയുമ്പോ അവരെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഏലോ ഏലോ എന്നും പറഞ്ഞെടുത്ത് കടലിലോട്ട് എറിയുമ്പോൾ അവൻ അവിടെ തീർന്നില്ല. തീർന്നോ? തീർന്നില്ല. ഹല്ലേലൂയ. അവൻ 3 ദിവസം എവിടെ കിടന്നു? ഹോട്ടലിലോ? ഹലോ, എവിടെ കിടന്നു? ഹല്ലേലൂയ. സുഖമായി കട്ടിലിൽ കിടന്നുറങ്ങിയവനാ, മെത്തെ കിടന്നുറങ്ങിയവനാ, സാഹചര്യങ്ങളെല്ലാം നോക്കാതെ കിടന്നുറങ്ങിയവനാ. ഇപ്പൊ 3 ദിവസം എവിടെയാ കിടക്കുന്നേ? മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത്, തിമിംഗലത്തിന്റെ വയറ്റിന്റെ അകത്ത്, അല്ലേ? ഹല്ലേലൂയ. അതിന്റെ വയറ്റിന്റെ അകത്ത് എന്തൊക്കെ കാണും? കട്ടിലുണ്ടോ? ഫാനുണ്ടോ? തലയണയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ലോകത്തെ പോലും കാണുവാൻ കഴിയാത്ത വിധം അവൻ ആഗ്രഹിച്ചത് ഇനി നടക്കുമോ ഇല്ലേ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ കിടക്കുന്നത്. അവൻ ഇനി മടങ്ങി വരാൻ കഴിയുമോ എന്ന് പോലും അറിയത്തില്ല. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് അവനെ കൊണ്ട് ഛർദ്ദിക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. വയറ്റ് മീൻ, മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നവൻ അറിയുന്നുണ്ടോ ബൈബിളിൽ ഇത് എഴുതി വെച്ചേക്കുന്ന കാര്യം? ഇല്ല. അവന്റെ സാഹചര്യം എന്താ? മരണം. തീർന്ന്. ഹല്ലേലൂയ. അവസാനിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഒരു മത്സ്യം ഒന്നിനെ ഭക്ഷിക്കുന്നത് എന്തിനാ? അവന്റെ വിശപ്പ് മാറ്റാനാ. അല്ലാതെ മത്സ്യം തിന്നുന്നതെല്ലാം കടൽക്കരയെ കൊണ്ട് ഛർദ്ദിക്കുകയാണോ? ഇല്ല. ആമേൻ. അപ്പൊ മത്സ്യം വിഴുങ്ങിയപ്പോ അവൻ അറിയാം മത്സ്യത്തിന്റെ ആഹാരം ആയി, ഇല്ലേ? ഇല്ലേ? ഹല്ലേലൂയ. ഇതാ നമുക്ക് കുഴപ്പം. പുള്ളി മത്സ്യത്തിന്റെ വയറ്റിൽ പോയാലും നമുക്കറിയാം അവനെ കടൽക്കരയെ കൊണ്ടൊന്ന് ഛർദ്ദിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇത് ഛർദ്ദിക്കുമോ ഇല്ലയോ എന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ട്. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായില്ല? യവനെ ഈ കടൽക്കരയിൽ കൊണ്ടുവന്ന് ഛർദ്ദിക്കുമെന്ന് ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നോണ്ട് നമുക്കറിയാം. കടലിൽ വീണതല്ലേ, കുഴപ്പമില്ല, ഇപ്പം മീന് വിഴുങ്ങും, അല്ലേ? മത്സ്യം അവനെ ഇപ്പൊ വിഴുങ്ങും. 3 ദിവസം കഴിയുമ്പോ കൊണ്ടുവന്ന് ഛർദ്ദിക്കും. ഇതാണ് ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത്. ബൈബിളിൽ എഴുതാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ,
നിന്നെ എടുത്തെറിയുന്നിടത്ത് നിന്ന് നീ പോകുന്ന സാഹചര്യത്തിൽ നിന്ന് നിനക്ക് ചിലപ്പോൾ പുറത്തു വരാൻ കഴിയാതിരിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത്, ആമേൻ, തീർന്നുവെന്ന് വിചാരിക്കുന്നിടത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ പുറത്തു കൊണ്ടുവന്ന് പുതിയൊരു പട്ടണത്തിലേക്ക് ആക്കി വെക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ചില തീരുമാനങ്ങൾ എടുക്കണം. ആമേൻ. കർത്താവേ, എൻ്റെ ചിന്തയിലോ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തല്ല ഞാൻ നടക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എന്തെങ്കിലും ഒരു മിറക്കിൾ സംഭവിക്കണമെങ്കിൽ, ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ പറയുന്നത് ഞാൻ കേൾക്കണമെന്നുള്ളൊരു ബോധ്യം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എത്ര പേർ അത് ഏറ്റെടുക്കുന്നു? ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹോൾസെയിൽ മാർക്കറ്റ് പോലെ പലർക്കും ഇപ്പോൾ കർത്താവ്. ഹല്ലേലൂയ. ഹോൾസെയിൽ മാർക്കറ്റ് പോലെ ചെന്നാൽ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ അങ്ങനെയല്ല. അവിടെ കർത്താവ് ചോദിക്കും, നിനക്കും എനിക്കും തമ്മിൽ എന്തെന്ന്. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾക്കും വിടുതലിനും വേണ്ടി മാത്രമല്ല നീ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ. അനുഗ്രഹത്തിനും വിടുതലിനും വേണ്ടി മാത്രമല്ല നീ കോരേണ്ടത്. ഹല്ലേലൂയ. നീ ഇന്ന് പകൽക്കാലം കോരുന്നത്, ഹല്ലേലൂയ, നീ പോലും അറിയാതെ. എത്ര പേർക്കത് മനസ്സിലായി? എത്ര പേർക്കത് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ കോരിയത്, ഹല്ലേലൂയ, ബ്രദറെ അത് താഴ്ത്ത് വായിക്കാവോ? ഹല്ലേലൂയ. ഈ പച്ചവെള്ളം വീഞ്ഞായത്, ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. ഇന്ന് ചില ഇമ്പാർട്ടേഷൻസ് ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ, ഹല്ലേലൂയ. നല്ല വീഞ്ഞും എളുപ്പമേറിയതും മായ വീഞ്ഞ് എവിടെ ഒളിച്ചു വെച്ചു എന്ന് ആര് ചോദിച്ചു? ഹല്ലേലൂയ. നാടുവാഴി ചോദിച്ചു. ഗസ്റ്റ് ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വന്നിരുന്ന കല്യാണ പന്തലിൽ വന്നിരുന്ന ഗസ്റ്റ് ഈ കോരിക്കൊടുത്ത വീഞ്ഞ് കുടിച്ചിട്ട് ചോദിക്കുക, ഈ നല്ല വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ അതിനു മുമ്പ് ആ വിരുന്നുവാഴി അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാര്, ഗസ്റ്റുകള് എന്ത് കുടിച്ചിട്ടിരിക്കുക? പറ. വീഞ്ഞ് കുടിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ എന്ത് കുടിച്ചിട്ടിരിക്കുക? വീഞ്ഞ് കുടിച്ചിട്ടിരിക്കുക. ആമേൻ. ഏത് വീഞ്ഞാ തീർന്നു പോയേ? ആദ്യം കൊടുത്ത വീഞ്ഞ് തീർന്നു പോയി. രണ്ടാമത് കൊടുത്തതോ? പറ. യേശു കൊടുക്കാൻ പറഞ്ഞ വീഞ്ഞ്. ഹല്ലേലൂയ. ആദ്യം കുടിച്ചതാണോ ശ്രേഷ്ഠമായത്, അതോ രണ്ടാമത് കുടിച്ചതാണോ ശ്രേഷ്ഠമായത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മനസ്സിലായില്ല? യേശു ഇത് എന്തായിട്ട് ആദ്യം ചെയ്തേ?
അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഫസ്റ്റ് ആരംഭമായി അവൻ ഇത് ചെയ്തു. അവൻ ആരംഭമായി ചെയ്തത് പോലും അവൻ ശ്രേഷ്ഠമാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ്, പറഞ്ഞേ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരരുത്. പകർന്നാൽ പാത്രം പൊട്ടിപ്പോവും. ഹല്ലേലൂയ. പഴയത് കുടിച്ചവന്റെ അടുത്തായി പുതിയത് കൊണ്ടുപോയേ. മനസ്സിലാവുന്നവർ മാത്രം ഒന്ന് കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ, 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 ആമേൻ. ഇപ്പൊ സന്തോഷമായി. ഹല്ലേലൂയ, ആമേൻ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരരുത്. കർത്താവ് അത് എന്തൊരു ഉദ്ദേശത്തോടെ പറഞ്ഞാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് പഴയത് കുടിച്ചുകൊണ്ടിരുന്നവന് അത് രുചിച്ചു നോക്കിയവൻ കർത്താവ് നൽകിയ പുതിയ വീഞ്ഞ് കുടിച്ചിട്ട് പറയുകയാണ്, ഈ ശ്രേഷ്ഠമേറിയത് നീ ഇത്രയും നാള് ഒളിച്ചു വെച്ചിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പഴയതിനെയൊക്കെ പുതുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കർത്താവ് ഇന്ന് നിങ്ങളെ നയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നീ ഇത്രയും കാലം രുചിച്ചു നോക്കിയതിന് പോലെ അല്ല ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ പോകുന്ന ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. നീ ഇത്ര നാൾ അനുഭവിച്ച ഒരു അനുഗ്രഹമല്ല ഇന്ന് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. പഴയ തുരുത്തിയെ മാറ്റി പുതിയ തുരുത്തി അവൻ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പഴയത് കഴിഞ്ഞുപോയി. ആമേൻ. പഴയതിന്റെ രുചിയും സ്വാദും എല്ലാം കഴിഞ്ഞുപോയി. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയോ വീഞ്ഞ് നിന്നിലേക്ക് പകരുമ്പോ അത് പുതിയതായി തീരുവാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിന്റെ സാഹചര്യങ്ങളെ നീ ഇന്ന് നോക്കണ്ട. ആമേൻ. നിന്റെ ബ്ലെസ്സിങ്ങിനെ ഇന്ന് നീ നോക്കണ്ട. ആമേൻ. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നീ നോക്കണ്ട. ഹല്ലേലൂയ. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ മധുരമേറിയ ഒരു വീഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. റാഠാല റബ ശാന്തേരെ ബാബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവൻ പറഞ്ഞ ഒരു വാക്ക് കേട്ടത് മുഖാന്തരം, ഹല്ലേലൂയ, ശുശ്രൂഷകർ വിളമ്പിക്കൊടുത്ത വീഞ്ഞ് അനേകർക്ക് അനുഗ്രഹമായി, അനേകരത് രുചിച്ചു നോക്കുവാൻ തക്കവണ്ണം ഇടയായി, അനേകരുടെ ജീവിതത്തിൽ അതൊരു മാറ്റം കൊണ്ടുവരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് ചില പഴയതൊക്കെ മാറിപ്പോകണം. ഹല്ലേലൂയ. പഴയ തുരുത്തിയിൽ ഇന്ന് കർത്താവ് ഇന്ന് ഇവിടെ നിന്ന് ഡെലിവറൻസ് ചെയ്യുന്ന ആ പുതിയ വീഞ്ഞല്ല. മനസ്സിലായില്ല? ഹല്ലേലൂയ. നിന്റെ പഴയതിന്ന് കഴിഞ്ഞുപോയി. നിന്റെ പഴയ സാഹചര്യങ്ങൾ അവസാനിച്ചു. ഇന്ന് പകൽക്കാലം പുതിയ വീഞ്ഞ്, പുതിയ തുരുത്തി. ഹല്ലേലൂയ. എത്ര പേർ അത് ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. പഴയ തുരുത്തി അല്ല, പഴയ വീഞ്ഞല്ല. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ മേൽ കർത്താവ് ഒരു പുതിയ തുരുത്തി. ഹല്ലേലൂയ, ആമേൻ. നീ ഇത്രയും നാൾ നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ സാഹചര്യങ്ങൾ പോലെ അല്ല ഇനി മുന്നോട്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം രുചിയോ അല്ലെങ്കിൽ അല്പം സ്വാദോ അതിലങ്ങ് ആശ്രയിച്ചു പോകുന്ന തലത്തിലാണ് ഇന്ന് നിങ്ങളെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം കർത്താവ് അതിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു തലത്തിലേക്ക് നിങ്ങളെ കടത്താൻ പോവുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയതിന്റെ അനുഭവങ്ങളും സുഖങ്ങളും ഒക്കെ കഴിഞ്ഞു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പുതിയ വെള്ളം കോരി പുതിയ വീഞ്ഞാക്കി പുതിയത് നീ കുടിക്കാൻ പോവാ.
ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ. ഞാനിത് മുമ്പ് ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുമല്ല, വേറൊരിടത്ത്. കോരിയത് നിങ്ങളാ, വിളമ്പിയത് നിങ്ങളാ, കൊടുത്തത് നിങ്ങളാ. ആമേൻ. പക്ഷേ അനുഗ്രഹം പ്രാപിച്ചത് മറ്റുള്ളവരാണ്. ഹല്ലേലൂയ. 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 നീ കൊടുക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നീ ചിലത് മനസ്സറിഞ്ഞ് കൊടുത്താൽ അത് ചിലരുടെ ജീവിതത്തിന്റെ മേൽ അനുഗ്രഹമാകും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ വിരുന്നുവാഴി ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നെന്ന് അറിഞ്ഞില്ല. അവൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ഇത് ഒളിച്ചു വെച്ചിരുന്നു അല്ലേ? യെസ്. നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ ഇന്ന് പകൽക്കാലം ഒളിച്ചു വെക്കുവാനുള്ളതല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിരുന്നുവാഴി ചോദിക്കുക, നീ ഇത്രയും നേരം ഈ വലിയൊരു ഫീസ്റ്റ് ഇവിടെ നടക്കുമ്പോ ഇത്രയും നല്ലൊരു ബ്ലെസ്സിങ് നീ എവിടെ ഒളിച്ചു വെച്ചിരുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എൻ്റെ അനുഗ്രഹത്തെ നീ എവിടെ മറച്ചു വെച്ചിരുന്നു? എൻ്റെ സന്തോഷത്തെ നീ എവിടെ മറച്ചു വെച്ചിരുന്നു? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ മറച്ചു വെച്ചതല്ല. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ടാ ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൻ്റെ മേലെ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്ക് കഴിയാത്തത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ അവൻ്റെ വാക്ക് കേട്ടത് കൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ മേലെ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ നിനക്ക് കഴിഞ്ഞു. ആമേൻ. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ വാക്ക് കേട്ട ശുശ്രൂഷകരല്ലാതെ, ശ്രദ്ധിച്ചോണം, അവന്റെ വാക്ക് കേട്ട ശുശ്രൂഷകരല്ലാതെ ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നതെന്ന് അറിഞ്ഞില്ല. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അവന്റെ വാക്ക് കേൾക്കുന്നവന് മാത്രമേ അവന്റെ ബ്ലെസ്സിങ്സ് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന് മാത്രമേ അറിയത്തുള്ളൂ ഇത് എവിടെ നിന്ന് വന്ന അനുഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് ചില പഴയതുകൾ മാറിപ്പോയി, ചില പുതിയ തുരുത്തികൾ പകരുവാൻ തക്കവണ്ണം ഇന്ന് കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനും കേൾക്കുവാനും തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലും അതിലും വിലയേറിയ ഒരു ശ്രേഷ്ഠമേറിയ ഒരു ബ്ലെസ്സിങ് എന്ന് എൻ്റെ മേലുണ്ടെന്ന് എത്ര പേർന്ന് തിരിച്ചറിയുന്നു? മനസ്സിലായില്ല? മനസ്സിലായില്ല? ഹല്ലേലൂയ. നീ കുടിച്ചത് പഴയ വീഞ്ഞല്ലേ? ആമേൻ. നിനക്ക് കരുതി വെച്ചിരുന്ന, നീ വരുമെന്ന് കരുതി ശേഖരിച്ചു വെച്ചിരുന്ന വീഞ്ഞല്ലേ നീ കുടിച്ചേ? ആമേൻ. കല്യാണ വീട്ടിൽ വന്നവർ അതല്ലേ കുടിച്ചേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നീ ശേഖരിച്ചു വെക്കാത്ത, നീ കരുതി വെക്കാത്ത, നിന്റെ ഹൃദയത്തിൽ പോലും തോന്നാത്തൊരു വീഞ്ഞല്ലേ ഇന്ന് നീ കുടിച്ചേ? ആമേൻ. ഹല്ലേലൂയ. ഈ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം നീ കരുതി വെച്ചതാണോ? ആണോ? അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ കരുതുന്നതിനേക്കാൾ അധികമായി നിന്നെ കർത്താവ് അനുഗ്രഹിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? ആമേൻ, ആമേൻ. ഇന്ന് ചിലത് പ്രാപിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അടുത്ത തലത്തിലേക്ക് എനിക്ക് കടക്കണം, അടുത്ത ബ്ലെസ്സിങ്ങിലേക്ക് എനിക്ക് മാറണം. സിസ്റ്ററെ, എന്നും മക്കളുടെ സാഹചര്യവും വീട്ടിലെ സാഹചര്യവും പറഞ്ഞ് കരഞ്ഞാ പോരാ. ആമേൻ. അടുത്തൊരു പുതിയ തലത്തിലേക്ക് നീ കടക്കണം. അടുത്തൊരു പുതിയ ദൈവസ്നേഹം നീ അനുഭവിക്കണം. അടുത്തൊരു ദൈവത്തിന്റെ അനുഗ്രഹം നീ മേടിക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രാർത്ഥനകളുടെ തലങ്ങൾ മാറണം. ആമേൻ, ഹല്ലേലൂയ. പുതിയത് പ്രാപിക്കണം. വേണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നീ എന്താ ചെയ്യണ്ടേ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ അതിനെന്താ ചെയ്യണ്ടേ? മറ്റുള്ളവർ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയാണോ ചെയ്യണ്ടേ? ഇല്ല. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിന്ന് പകൽക്കാലം നീ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ തലങ്ങൾ ഇന്ന് കർത്താവ് മാറ്റും. നിന്റെ സാഹചര്യങ്ങൾ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ ഇന്ന് പകൽക്കാലം എന്നോട് എന്തെങ്കിലും കൽപ്പിക്കണേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഉറപ്പോടെ ചെയ്യാൻ കഴിയുന്നവർ മാത്രമേ അത് പ്രാർത്ഥിക്കാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കാരണം നിനക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാവണം, നിന്റെ തലമുറയ്ക്കൊരു അനുഗ്രഹം ഉണ്ടാകണം, നിനക്കൊരു പുതിയ ഭവനം വേണം, നിനക്ക് അടുത്ത തലത്തിലേക്ക് അടുത്ത തലമുറകൾക്ക് കരുതി വെക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും നിന്റെ ഭണ്ഡാരത്തിൽ വേണമെങ്കിൽ അവൻ കൽപ്പിക്കുന്നതിന് ചെവിയോർത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശുവും നിനക്കുമായി ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അവൻ കോരാൻ പറഞ്ഞാൽ കോരണം, അവൻ വിളമ്പാൻ പറഞ്ഞാൽ വിളമ്പണം. ആ വിളമ്പുന്നത് അവൻ കൃത്യമായി നിശ്ചയമായും മറ്റുള്ളവർക്കും നിനക്കും ഒരു അനുഗ്രഹമാകും.